ഹലോ, എല്ലാവർക്കും ലെറ്റ്സ് ലേണിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ ആഗ്രഹിച്ച് വാങ്ങി ഉപയോഗിച്ചിരുന്ന രണ്ട് ബാലപ്രസിദ്ധീകരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കളിക്കുടുക്കയും മിന്നാമിന്നിയും. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ എത്ര മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നറിയില്ല. എന്തൊക്കെയായാലും നമ്മുടെ മക്കളുടെ ബുദ്ധിപരവും ഭാഷാപരവുമായ വളർച്ചയ്ക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ബുക്സാണ് കളിക്കുടുക്കയും മിന്നാമിന്നിയൊക്കെ. അപ്പോൾ ഈ പുസ്തകം മറിച്ചിടുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് ട്രേസിങ് എക്സസൈസസ് ഉണ്ട്. നമുക്കറിയാം 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ട്രേസിങ് എക്സസൈസസ് ചെയ്യുന്നത് അവരുടെ കൈക്ക് വഴക്കം കിട്ടാനും പിന്നീട് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അടിപൊളിയാവാനും വളരെ സഹായിക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് കാണാം പലതരം ഷേപ്സ് തന്നിട്ടുണ്ട്. സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സ്റ്റാർ ഷേപ്പ് ഉണ്ട്. അവർക്ക് ഷേപ്സ് പഠിക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അവരെ കൈക്ക് ഒരു എക്സസൈസും കൂടിയാണിത്. എൻ്റെ മോനിപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ ഹരിശ്രീ എഴുതിയ അന്നു മുതൽ 3 വയസ്സ് മുതൽ ഇപ്പോൾ 2ാം ക്ലാസ്സിലായില്ലേ, ഇത്രയും വർഷം കൃത്യമായിട്ട് കളിക്കുടുക്കയും മിന്നാമിന്നിയും വീട്ടിൽ വരാറുണ്ട്. ഞങ്ങൾ വാർഷിക വരിസംഖ്യ അടച്ചിട്ടാണ് ഇത് ദിനപത്രത്തിൻ്റെ കൂടെ വീട്ടിൽ വരുത്തിക്കാറുള്ളത്. സത്യം പറഞ്ഞ് ഇപ്പോൾ അവന് കളിക്കുടുക്കയുടെ ആവശ്യമില്ല. എന്നാലും ഞങ്ങളത് നിർത്തിയിട്ടില്ല. കാരണം അവൻ്റെ അനിയത്തി വളർന്നു വരുന്നുണ്ട്. അവൾക്കിപ്പോൾ 2 വയസ്സായിട്ടേ ഉള്ളൂ. അവൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കളിക്കുടുക്ക എടുത്ത് നോക്കുന്നത് കാണാം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും വരുത്തിക്കാറുണ്ട്. മറ്റൊരു എക്സസൈസാണ് ഇത്. ഒരു ചിത്രം തന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ ട്രേസ് ചെയ്ത് അതിന് കളർ കൊടുക്കുക. പിന്നെ അതേപോലെ ചേരുംപടി ചേർക്കുക, ചിത്രത്തിലെ രൂപത്തിനനുസരിച്ചുള്ള ഷേപ്സ് അതുമായിട്ട് യോജിപ്പിക്കുക. അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ ബുദ്ധി വളർത്തുന്നതുമായ ഒരുപാട് എക്സസൈസസ് സിമ്പിളാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഒരുപാട് കാര്യമുണ്ട് അതിലൊക്കെ. കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കളർഫുൾ ആയിട്ടുള്ള പേജസാണ് ഇതിലുള്ളത്. പിന്നെ ഇതുപോലെ ബലൂൺസിൽ നിന്ന് നമ്പർ മാഞ്ഞു പോയിട്ടുണ്ട്. അത് കുട്ടികളെ കൊണ്ട് എഴുതിക്കുക. കളറിങ് എക്സസൈസസ് ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ ചിലതൊക്കെ രക്ഷിതാക്കളുടെ സഹായത്തോടെ അവർക്ക് വായിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക എന്നുള്ള രീതിയിലുള്ളതുമുണ്ട്. അത് പാരൻസിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. മറ്റൊന്ന് ഇതാ കണ്ടില്ലേ, നിഴൽക്കളി. ഓരോ ചിത്രത്തിനെയും അതിൻ്റെ നിഴലുമായിട്ട് വരച്ചു യോജിപ്പിക്കാനാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ ഓരോന്നിൻ്റെയും ആകൃതി, അതിൻ്റെ വലിപ്പം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ബോധമുണ്ടാക്കാൻ വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ മിന്നാമിന്നിയായിരുന്നു നോക്കിയത്. ഇനി കളിക്കുടുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരുപോലെ തന്നെയാണ്. 3 വയസ്സ് മുതലേ കുട്ടികൾ കളിക്കുടുക്ക ശീലിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്കൂളിൽ LKG UKGയിലൊക്കെ പോകുമ്പോൾ അവർക്ക് അവിടെ നിന്നും ഏകദേശം ഇതുപോലുള്ള വർക്കുകൾ തന്നെയാണ് കിട്ടുക. ടീച്ചേഴ്സ് കൊടുക്കുക അല്ലേ, ട്രേസിങ്ങും പിന്നെ റൈറ്റിങ്ങും കളറിങ്ങും അതുപോലെയുള്ളതൊക്കെ. അതൊക്കെ അവർക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുത്തുകളിലൂടെ പുറത്താവാതെ അതിലൂടെ ശ്രദ്ധിച്ച് വരയ്ക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് ആയിരിക്കും. നമുക്കും പണ്ട് അങ്ങനെ തന്നെയല്ലായിരുന്നോ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോൻ അംഗനവാടിയിലോ അല്ലെങ്കിൽ LKGയിലോ ഒന്നും പോയിട്ടില്ല. ആ സമയത്ത് കൊറോണയായിരുന്നു. അപ്പം ഞാൻ അവന് വീട്ടിൽ നിന്ന് തന്നെ ഒരു ഹോം ട്യൂഷൻ പോലെ കളിക്കുടുക്കയും അതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന ഡെയിലി പ്രാക്ടീസ് വർക്ക് ഷീറ്റ്സൊക്കെ കൊടുത്തിട്ടാണ് അവനെ ഞാൻ എൻഗേജ്ഡ് ആക്കി ഇരുത്തിയിരുന്നത്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്കിങ്ങനെ കുട്ടികൾക്ക് വർക്ക് ഷീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാനോ അവരെ കൂടെ ഇരുന്ന് അവരെ കളർ ചെയ്യിക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലുള്ള ബുക്സ് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ തന്നെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് ശീലിച്ചോളും. മലയാളം അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രേസിങ് കാണാം. കലം, കാക്ക, കിണർ, കീടാണു, കുട, കൂട്, കാ വെച്ചിട്ടുള്ള അക്ഷരമാണ് അല്ലേ എല്ലാം. അപ്പോൾ കാ എന്നുള്ള ആ വാക്ക് മാത്രമേ കുട്ടികൾ എഴുതണ്ടൂ. ഇതിങ്ങനെ ആവർത്തിച്ച് എഴുതുന്തോറും അവർ പോലും അറിയാതെ അവരുടെ മനസ്സിലേക്ക് അത് ഇംപ്രിൻ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ കോപ്പി എഴുതിക്കുന്നത് പോലെ തന്നെയാണിതും. പക്ഷേ കോപ്പി എഴുതാൻ പല കുട്ടികൾക്കും മടിയാണ്. പക്ഷേ ഈ ചിത്രങ്ങളൊക്കെ കണ്ട് നമ്മൾ അവരെ കൊണ്ട് പറയിച്ച് അവർ തന്നെ എഴുതുമ്പോൾ അവർക്കത് വലിയൊരു ബേർഡനായിട്ട് തോന്നുകയില്ല.
ഇതൊന്നും കൂടാതെ മിന്നാമിനിയിലൊക്കെ ഒരു പേജ് ഉണ്ടാവും. ആ പേജിൽ നമുക്ക് ആൽബം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളോട് പറയും അല്ലേ, പെറ്റ് ആനിമൽസിൻ്റെ ഫോട്ടോസ് ശേഖരിക്കുക, അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് ശേഖരിക്കുക. അങ്ങനെ പറയുന്ന സമയത്ത് അതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന കുറേ ഫോട്ടോസ് ഓരോ ലക്കത്തിലും വരും. എൻ്റെ മോൻ ആദ്യം ചെയ്യുന്നത് ഒരാഴ്ച കളിക്കുടുക്ക കിട്ടുമ്പോൾ ആ പേജ് കീറിയെടുത്ത് അവനൊരു ഫയൽ ഫോൾഡർ ഉണ്ട്, അതിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ആവശ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് വെട്ടി ഒട്ടിച്ച് ടീച്ചേഴ്സിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു പേജാണ് ഈ ഒരു അക്ഷരക്കളരി എന്ന് പറയുന്നത്. മലയാളത്തിലെയും ഹിന്ദിയിലെയും ഇംഗ്ലീഷിലെയും ഒക്കെ അക്ഷരങ്ങൾ, അതുകൂടാതെ നമ്പേഴ്സും ഇതുപോലെ വലിയ രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാനത് അവനെ കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നു, കുത്തുകളിലൂടെ എഴുതിപ്പിക്കുമായിരുന്നു. പിന്നീട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ കിട്ടുന്ന കളിക്കുടുകയിൽ നിന്ന് അതുമാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഫ്ലാഷ് കാർഡ് പോലെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിൽ ഒട്ടിച്ചിട്ട് ഫ്ലാഷ് കാർഡ് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അവന് വളരെ യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കളിക്കുടുക്കയുടെ കാര്യങ്ങളും. കളിക്കുടുക്കയും മിന്നാമിനിയും ഒക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. അവർ വെറുതെ TV കണ്ട് സമയം കളയുന്നതിന് പകരം കുറച്ച് സമയം ഈ ബുക്സിലൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആയിരിക്കാൻ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ മിന്നാമിനിക്ക് ഒരു ലക്കത്തിന് 25 രൂപയാണ് വില. ഇതിൻ്റെ വാർഷിക വരിസംഖ്യ എന്ന് പറയുന്നത് 1200, 1300 ആ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. കളിക്കുടുക്കക്കാണെങ്കിൽ 1000 രൂപ, 999 രൂപയാണ് വാർഷിക വരിസംഖ്യ. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര തുച്ഛമായ വിലയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഒരു വർഷത്തേക്ക് 1000 1200 രൂപയോ കൊണ്ട് നമ്മുടെ മക്കൾ മിടുക്കരാവുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. കുറച്ച് സമയം ഫോണിൽ നിന്നും TV നിന്നും ഒക്കെ അവരെ ഡിറ്റാച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇതുപോലെ പുസ്തകത്തിൻ്റെ ലോകത്തേക്ക് അവരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ കൂടെ വിജയമായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം. ബായ്.